ഇക്കഴിഞ്ഞ ഫെബ്രുവരി 18-നാണ് വയനാട്ടിലെ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിയായിരുന്ന നെടുമങ്ങാട് സ്വദേശി സിദ്ധാർത്ഥനെ ഹോസ്റ്റലിലെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. സിദ്ധാർത്ഥന്റെ മരണം ആത്മഹത്യയാണെന്ന് ആദ്യഘട്ടത്തിൽ കോളേജ് അധികൃതർ വിശദീകരിച്ചെങ്കിലും മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ച് കുടുംബം രംഗത്തെത്തിയിരുന്നു. ഇതേ തുടർന്ന് കോളേജിലെ ആന്റി റാഗിംഗ് കമ്മിറ്റി നടത്തിയ അന്വേഷണത്തിൽ റാഗിംഗ് നടന്നതായും ഇതേ തുടർന്ന് 12ഓളം സീനിയർ വിദ്യാർത്ഥികളെ കോളേജിൽ നിന്ന് കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. സിദ്ധാർത്ഥൻ ആത്മഹത്യ ചെയ്തതല്ലെന്നും ആരോ കൊലപ്പെടുത്തിയതാണെന്നുമുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് കുടുംബം ഉന്നയിക്കുന്നത്. മകൻ്റെ ബോഡി ഇവിടെ നിന്ന് കൊണ്ടുപോയി ഒരു 10 മിനിറ്റ് ആയി കാണും. എനിക്ക് വീട്ടിനകത്തോട്ട് ഇരിക്കാൻ പറ്റില്ല. വീട്ടിനകത്ത് കരച്ചിലോ കാര്യങ്ങളോ കേട്ടോ എനിക്ക് മൊത്തത്തിൽ മെൻ്റലായിട്ട് ഇത് ഭയങ്കര പ്രഷറുണ്ടായി. ഞാൻ പുറത്ത് കുറച്ച് സമാധാനമായിട്ട് ഇരിക്കാമെന്ന് പറഞ്ഞ് പുറത്തോട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴേ ഒരു 2 കുട്ടികൾ എനിക്ക് തോന്നുന്നു അതിൽ പെൺകുട്ടിയെ കാണും ആൺകുട്ടികളുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ 2 തോളിലും ഇങ്ങനെ പിടിച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് എൻ്റെ ചെവിയിൽ ഇങ്ങനെ അടുത്ത് വന്നിട്ട് അങ്കിളെ ഒരു കാര്യം പറയണം. ഞാൻ പറഞ്ഞു എന്ത് മക്കളെന്ന് ചോദിച്ചു. ഞായറാഴ്ച അമ്മയെ വിളിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞതും വേറൊരു PG വിദ്യാർത്ഥി കട എന്ന അങ്ങനെ ഒരു ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്ന അവൻ വന്ന് മൃഗീയമായിട്ട് ഇടിച്ചു എന്ന് ഒരു കുട്ടി പറയുന്നു. അതിനുശേഷമാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അപ്പം നമുക്കത് അവന് ചെയ്യാൻ കഴിയില്ല. ഈ ബാത്റൂമിലൊന്നും ചെന്ന് ഇങ്ങനെ ചെയ്യില്ല. അപ്പോൾ ഇവർ എന്തായാലും ഇത് മർദ്ദിച്ച് കൊന്ന് കെട്ടിത്തൂക്കിയതാണ്. ഇത് തീർച്ചയായിട്ടും ഇതൊരു കൊലപാതകമാണ്. ഈ കൊലപാതകം നമുക്ക് വെളിച്ചത്ത് കൊണ്ടുവരണം. അങ്ങനെ കുറച്ച് പേരുടെ പേര് വേണം. സംഭവം നടന്നതിൻ്റെ അന്ന് ഉച്ചയ്ക്ക് റൂമേഴ്സ് പിന്നെ അവൻ്റെ കുറച്ച് റൂമേഴ്സും അവനെ അവനെ റൂമിലോട്ട് വിളിച്ചുകൊണ്ട് പോയി. അപ്പോൾ അതിന് മുമ്പൊക്കെ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക, നമുക്കറിയില്ലല്ലോ. റൂമിൽ വിളിച്ചുകൊണ്ട് പോയിട്ട് ഇവനെ വട്ടം കൂടി പിടിച്ചിട്ട് കഴുത്തിൽ മുണ്ട് മുറുക്കിയെന്നാണ് പറയുന്നത്. ഈ നടന്ന സംഭവം പറഞ്ഞില്ലെങ്കിൽ അക്കാഡമിക് കരിയർ തീർത്ത് കളയുന്നു കോളേജ് അധികൃതർ പറഞ്ഞു. തല വെട്ടുമെന്ന്. അത് 15-ാം തീയതി ഒരു രാവിലെ 11 മണിയായപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ 3 ദിവസത്തെ ലീവുണ്ട്, ഞാൻ അങ്ങോട്ട് കയറുന്നുണ്ടെന്ന് പറഞ്ഞു. വന്നേക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 2 മണിക്കായിരുന്നു ട്രെയിൻ കോഴിക്കോട് നിന്ന്. അത് കിട്ടിയിട്ടില്ല. ഞാനൊന്ന് അവിടെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യുന്നു. 6:30 കയറാം. അങ്ങനെ കയറി ട്രെയിൻ കിട്ടിയെന്ന് പറഞ്ഞു. ഫുഡൊക്കെ കഴിച്ച് ട്രെയിനിൽ കയറി. അത് കഴിച്ചിട്ട് അവ എത്തുന്ന സമയം ഞാൻ നോക്കിയിരുന്നു. ഒരു 4 മണിയാകുമ്പോൾ വീട്ടിലെത്തുന്ന സമയമാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് വിളിക്കാത്തോട്ട് ഞാൻ ആ സമയത്ത് വിളിച്ചപ്പോൾ പറഞ്ഞു, അതമ്മ ഞാൻ എറണാകുളത്ത് എത്തിയപ്പോൾ ഒരു കോൾ വന്നു, പെട്ടെന്ന് ഓഫീസിൽ എന്തോ പേപ്പർ കൊടുക്കണം, ഞാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഇങ്ങനെ പെട്ടെന്ന് പറയാം, എൻ്റെ ഫോൺ ഇപ്പോൾ ഓഫാവും അമ്മ, ഞാൻ പെട്ടെന്ന് വിളിക്കാൻ പറ്റില്ല, ഞാൻ പോകുന്നു, ഞാൻ വിളിച്ചിട്ട് വിളിക്കാം എന്ന് പറഞ്ഞിട്ട് 16-ാം തീയതി രാവിലെ അവിടെ എത്തി. അന്ന് തന്നെ അവനെ ഇവർ കൊണ്ടുപോയി ഒരു പാറപ്പുറത്ത് കയറ്റി അടിക്കുകയും നമ്മൾ ആ കെട്ടിടത്തിൻ്റെ ടാങ്കിൻ്റെ മുകളിൽ കയറ്റി അടിക്കുകയും പിന്നെ വിദ്യാർത്ഥികൾ പറഞ്ഞതാണ് 150ഓളം വിദ്യാർത്ഥികളുടെ ഇടയിൽ വെച്ച് പരസ്യ വിചാരണ ചെയ്ത് വിവസ്ത്രനാക്കി ബെൽറ്റ് കൊണ്ട് അടിച്ച് കാലിൽ ഇലക്ട്രിക് വയർ കെട്ടി കയ്യിലും കെട്ടിയിട്ട് അടിച്ച് പിന്നെ വരണവരും പോകണവരും ബെൽറ്റ് കൊണ്ട് അടിക്കുമായിരുന്നു എന്ന് പറയുന്നത് കുട്ടികൾ. അപ്പം അത്രത്തെ കൊടിയ പീഡനമാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. 17-ാം തീയതി എന്നെ തുടർന്നപ്പം അവൻ്റെ സുഹൃത്തായ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ സിദ്ധാർത്ഥൻ ഫോൺ എടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ കുറേ പ്രാവശ്യം വിളിക്കുമ്പോൾ ഞാൻ ഇത് പറയാം ആൻറ്റി എന്ന് പറഞ്ഞിട്ട് ഉടനെ കൊടുത്ത് അല്ലെങ്കിൽ അവനെ കൊണ്ട് വിളിപ്പിക്കും. ഇത്രയാണ്. എന്നാലും സിദ്ധാർത്ഥനോ അക്ഷയോ റഹാനോ അതുപോലുള്ള ഡാനിയോ ഇതുപോലുള്ള ഒരു സുഹൃത്തുക്കളും അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും പറയുന്നില്ല. സിദ്ധാർത്ഥൻ ഇത്രയേ ഉള്ളൂ നമ്മളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. അപ്പോഴും 18-ാം തീയതിയും ഇത് തുടർന്ന് 18-ാം തീയതിയും ഇങ്ങനെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ 18-ാം തീയതി 12 മണിക്ക് അമ്മ വിളിച്ചപ്പം കുറച്ചെന്തൊക്കെ സംസാരിച്ചു. അത്രയാണ്. ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞ് അത് 1 മണിയാകുമ്പോൾ ഞാൻ കഴിക്കാൻ പോകും. 18-ാം തീയതി 1 മണിക്ക്, അല്ലെങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് കഴിക്കാൻ പോകുമെന്നേ പറയുള്ളൂ, ടൈം ഒന്നും പറയില്ല. 1 മണിക്ക് കഴിക്കും. നോക്കിയപ്പോൾ അപ്പോൾ ഞാൻ അവനോട് ചോദിക്കുകയാണ്, നിനക്ക് എന്ത് പറ്റിയൊരു മൂഡ് ഓഫ്, എന്തെങ്കിലും ഉണ്ട് പറയടാ എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാം പറയും എൻ്റെ അടുത്ത്. ഒന്നുമില്ല അമ്മ വെച്ചേക്കൊന്നുമില്ല, ഞാൻ വിളിക്കാം. അവൻ വേറെ ഒരു കാര്യം, അവിടുത്തെ ഒരു കാര്യമൊന്നും പറഞ്ഞിട്ടില്ല, വേറെ ഒന്നും.
പെട്ടെന്ന് അങ്ങ് ഫോൺ വയ്ക്കും. പറയാൻ സമ്മതിക്കാതിരിക്കാൻ ചിലപ്പോൾ ഫോൺ അവർ പിടിച്ച് വാങ്ങി വെച്ച് കാണും. ആയിരിക്കില്ല, ഇത്രയും മാത്രം പറഞ്ഞിട്ട് ഇത് മതി എന്ന് പറഞ്ഞിട്ട് വെച്ചിരിക്കാം. അപ്പോൾ പിന്നെ അതിനുശേഷം അറിയുന്നത് നല്ല രീതിയിൽ റാഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് റൂമിനകത്തിട്ട്, ഫ്രണ്ട്സുകളും സീനിയേഴ്സും എല്ലാവരും കൂടെ. അതുകൊണ്ട് അവന് ഫോൺ തന്നെ എടുത്ത് സംസാരിക്കാൻ പറ്റാത്തത് അതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ അവൻ വിളിച്ച് പറയുമായിരുന്നു.